ഷൊർണൂർ കുളപ്പുള്ളി തൃപ്പുറ്റക്കാവ് ക്ഷേത്ര പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ വിഷയത്തിൽ വാക്കുതർക്കത്തിൽ ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു. തൃപ്പുറ്റപ്പാടത്ത് തള്ളിയ അറവ് മാലിന്യം ബിജെപി പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊണ്ടുവന്നതാണ് ബഹളത്തിനിടയാക്കിയത്. കോൺഗ്രസ് കൌൺസിലർ ടി കെ ബഷീറാണ് വിഷയം ആദ്യം കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. പിന്നീട് കൌൺസിലർ കെ കൃഷ്ണകുമാറും ഇതേ വിഷയം ഉന്നയിച്ചു. കോൺഗ്രസ് വിട്ട് CPIയിൽ എത്തിയ ഷൊർണൂർ വിജയനും വിഷയം ഉന്നയിച്ചതോടെ കൌൺസിൽ യോഗം ബഹളത്തിലായി. ജനപ്രതിനിധികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കുറ്റപ്പെടുത്തി. നഗരസഭ മാലിന്യം നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളെ പ്രദേശത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും അവരുടെ പണി തടസ്സപ്പെടുത്തിയാണ് മാലിന്യം നഗരസഭയിലേക്ക് എത്തിച്ചത്. ഇത് ശരിയായ രീതിയായില്ലെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. എന്നാൽ തള്ളിയ മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യാൻ വൈകിയതിനെ തുടർന്നാണ് മാലിന്യവുമായി നഗരസഭയിൽ എത്തിയതെന്നാണ് BJP കൌൺസിലർമാരുടെ വിശദീകരണം. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് BJP ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് CPM കൌൺസിലർമാരും പറഞ്ഞു. അജണ്ടകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മാലിന്യ വിഷയം കൌൺസിൽ യോഗത്തിൽ ഉയർന്നത് കൌൺസിൽ യോഗം പകുതിയിൽ പിരിയുന്നതിന് കാരണമായി. മറ്റു വിഷയങ്ങളൊന്നും യോഗത്തിൽ ചർച്ച ചെയ്യാനുമായില്ല. കുളപ്പുള്ളിയിലുള്ള തൃപ്പറ്റ പാടത്ത് അറവ് മാലിന്യം 2 ദിവസം മുമ്പ് തള്ളിയിട്ട് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരെ കൊണ്ടുപോയി ആദ്യത്തെ ദിവസം അത് മറവ് ചെയ്യാനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചതാണ്. രണ്ടാമത്തെ ദിവസം വീണ്ടും കണ്ടപ്പോഴാണ് ഇവിടെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിജന്റ് ജീവനക്കാർ വീണ്ടും പോയി അതെടുത്ത് മാറ്റാൻ. അങ്ങനെ മാറ്റാനായിട്ട് പോയാൽ സ്വാഭാവികമായിട്ടും നാടിനോട് സ്നേഹവും പ്രതിബദ്ധതയുമുള്ള ആളുകളാണെങ്കിൽ അത് നമ്മുടെ നഗരസഭയുടെ കണ്ടിജന്റ് ജീവനക്കാർ അത് മറവിയാൻ ആവശ്യമായും നടപടി സ്വീകരിക്കാനുള്ള സൗകര്യമാണ് സാധാരണ ചെയ്തത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട് നഗരസഭയിലെ ചില BJPയുടെ കൌൺസിലർമാർ അത് മറവിയാൻ സമ്മതിക്കാതെ അവിടുന്ന് ഈ മാലിന്യം അത് ഷൊർണൂർ നഗരസഭയുടെ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തികച്ചും ഒരു രാഷ്ട്രീയ സമരാഭാസം എന്ന് വേണമെങ്കിൽ പറയാം, അസംബന്ധം എന്ന് ഇതിന് പറയുന്നു.